റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കാശ് വാരിയത് മൊത്തം അമേരിക്ക എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? ഇപ്പോൾ ഇന്ത്യക്കെതിരെ അമേരിക്ക എടുത്തിരിക്കുന്ന ഇത്തരം ഒരു താരിഫ് യുദ്ധത്തിൻ്റെ കാരണമായിട്ട് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി വൻതോതിൽ മറിച്ച് വിറ്റ് വൻ ലാഭമുണ്ടാക്കി, അങ്ങനെ ഇന്ത്യ ഈ യുദ്ധത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനിടയിൽ കളിച്ച് കാശുണ്ടാക്കിയത് അമേരിക്കയാണ് എന്നുള്ളതാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ഈ സംഘടന ഈ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന ആയുധ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവർ വെളിപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ഉക്രൈൻ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ 45% അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ശീതയുദ്ധകാലത്തിന് ശേഷം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പൊതുവേ കുറവായിരുന്നു. 2 ലോകമഹായുദ്ധങ്ങൾ അതിനു മുമ്പ് കഴിഞ്ഞു എന്നുള്ളത് ഓക്കെ. അതിനുശേഷം ഈ ശീതയുദ്ധം നടന്ന ഏതാണ്ട് 70-72 കാലയളവിലാണ് ശീതയുദ്ധം നടന്നത്. അപ്പോഴും രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും ആയുധങ്ങൾ പരമാവധി സംഭരിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഈ ഉക്രൈൻ റഷ്യ സംഘർഷം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ ഇത് വഴുതി വീഴുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ബലപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ, അതായത് ഉക്രൈൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം 2024 കണക്കാണ്, മൊത്തം ആഗോള ആയുധ വിൽപ്പന ഏതാണ്ട് 9.4% കൂടി എന്നുള്ളതാണ് ഈ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കണക്ക്. അപ്പോൾ ഈ ആഗോളതലത്തിൽ 9.4% കൂടിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിൽപ്പനക്കാരിൽ ഒരാൾ അമേരിക്കയാണ്. അപ്പോൾ ഈ 9.4% നടുക്കണ്ടം അമേരിക്കയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുമാത്രമല്ല, ഈ 2024 കണക്ക് പ്രകാരം $2.72 ട്രില്യൺ പ്രതിരോധ ഇടപാടുകളാണ് നടന്നത്. ഇത് ഈ ശീതയുദ്ധകാലത്തിന് ശേഷമുള്ള ഏറ്റവും ഭീമമായ തുകയാണ് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇനി അതായത് ഈ ശീതയുദ്ധകാലത്തിന് ശേഷം ഇതുവരെയുള്ള കാലയളവ് വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഉക്രൈനാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരൻ. ഈ ലോകത്ത് വിൽക്കപ്പെടുന്ന ആയുധങ്ങളിൽ ഏതാണ്ട് 8.8% ഉക്രൈൻ ഒറ്റയ്ക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണക്ക്. ഈ 2015 നമുക്കറിയാം, ഈ ഉക്രൈൻ റഷ്യ സംഘർഷം യഥാർത്ഥത്തിൽ തുടങ്ങിയ 2014 ഈ റഷ്യ ഉക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു പ്രവിശ്യ അങ്ങ് കൈയടക്കി. അപ്പോഴാണ് ഇവർക്ക് ഈ ഒരു ക്രിമിയ എന്ന് പറയുന്ന പ്രവിശ്യ കൈയടക്കിയപ്പോഴാണ് സംഘർഷം തുടങ്ങിയത്. ഇപ്പോൾ പൂർണ്ണ തോതിൽ ഉക്രൈൻ റഷ്യ സംഘർഷം ഇപ്പോൾ സായുധമായി തുടങ്ങിയത് 2022 അപ്പോൾ അതിനു മുൻപ് 2015 ഉക്രൈൻ്റെ ആയുധം വാങ്ങൽ എന്ന് പറയുന്നത് 0.1% മാത്രമായിരുന്നു. കാര്യമായ ആയുധങ്ങളൊന്നും വാങ്ങാതിരുന്ന ഒരു രാഷ്ട്രമാണ് ഉക്രൈൻ. അവിടെ നിന്നാണ് ഏതാണ്ട് 8.8% ഉക്രൈൻ വർധനവുണ്ടായത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങ് ആയുധങ്ങളാണ് ഉക്രൈൻ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഇനി നേരത്തെ പറഞ്ഞു, ഇത്രയും വലിയ ആയുധങ്ങൾ ഇപ്പോൾ ഉക്രൈൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ 45% ഉക്രൈൻ വാങ്ങുന്ന ആയുധത്തിൽ ഏതാണ്ട് പകുതിയോളം അമേരിക്കയുടെ ആയുധങ്ങളാണ് എന്നുള്ളതാണ്. ഇനി അമേരിക്കയുടെ കാര്യം വെച്ച് നോക്കിയാൽ അമേരിക്ക മൊത്തം രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ആയുധങ്ങളിൽ 9.3% നേരെ പോകുന്നത് ഉക്രൈനിലേക്കാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ചതി കൂടി അമേരിക്ക ചെയ്യുന്നുണ്ട്. ഈ റഷ്യക്കെതിരെ ഉക്രൈൻ കയറി അടിച്ചോടാ, ഞങ്ങളെല്ലാം സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളുമാണ് ഉക്രൈനെ അങ്ങ് ഇളക്കി വിട്ടത്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഈ ഉക്രൈന് ആയുധങ്ങളൊക്കെ സഹായം എന്ന നിലയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളുമൊക്കെ ആവശ്യാനുസരണം ഉക്രൈൻ ചോദിക്കുന്നതിനനുസരിച്ചുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി. ഈ 2024 ശേഷം ഈ സഹായം എന്ന് മാറി ആയുധ വിൽപ്പനയായി. ഉക്രൈന് ആയുധം വേണമെങ്കിൽ അമേരിക്കയ്ക്ക് കാശ് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തരത്തിൽ ഏതാണ്ട് 2025 മാത്രം കണക്ക് പ്രകാരം ഉക്രൈൻ ഒരു $825 മില്യൺ ആയുധങ്ങളാണ് 2025 ഈ വർഷത്തെ കണക്ക് പറയുകയാണ് ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അതിൽ മിസൈലുകളുണ്ട്, ദീർഘദൂരത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള
ചിലപ്പോൾ റോക്കറ്റ് ഷെല്ലുകൾ അതേപോലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഗ്രനേഡുകളൊക്കെ ആയിരിക്കാം. അതേപോലുള്ള സാധനമൊക്കെയാണ് ഈ $825 മില്യൺ ഉപയോഗിച്ച് ഉക്രൈൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നാം, ഈ ഉക്രൈൻ എന്ന് പറയുന്ന താരതമ്യേന ചെറിയൊരു രാജ്യം, അവർക്ക് അമേരിക്കയുമായി ഇത്രയും വലിയ തുകയ്ക്ക് ആയുധങ്ങൾ വാങ്ങാനായിട്ടുള്ള പണം വേണമല്ലോ, അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള വെച്ചാൽ അതിനും അമേരിക്ക വകുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഇപ്പോൾ ഉക്രൈൻ നാറ്റോയിൽ ചേരണം എന്നുള്ള തയ്യാറെടുപ്പിൻ്റെ പേരിലാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ അമേരിക്ക നാറ്റോ സഖ്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട പ്രകാരം ഈ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈന് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻമാർക്ക്, നോർവേ, നെതർലാൻഡ്സ് ഇവരാണ് ഈ ആയുധങ്ങൾ വാങ്ങാൻ, അതായത് 2025 $825 മില്യൺ ആയുധം അമേരിക്കയിൽ നിന്ന് വാങ്ങാനായിട്ട് സാമ്പത്തിക സഹായം ചെയ്ത രാജ്യങ്ങൾ ഡെൻമാർക്ക്, നോർവേ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളാണ്. ഇതുകൂടാതെ ഇപ്പം നമ്മൾ ഈ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ കാശില്ലെങ്കിൽ ഷോറൂമുകാർ CC ഏർപ്പാടാക്കി തരുമല്ലോ. ഇന്ന് പറയുന്ന പോലെ അമേരിക്കയും ഒരു CC ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് US ഫോറിൻ മിലിറ്ററി ഫിനാൻസിങ്. അതായത് ഏതെങ്കിലും രാജ്യത്തിന് അമേരിക്കയുടെ ആയുധങ്ങൾ വേണമെന്നിരിക്കട്ടെ, ആ രാജ്യത്തിന് കൊടുക്കാനായിട്ട് കാശില്ലെങ്കിൽ അമേരിക്ക അതിനങ്ങോട്ട് കാശ് കൊടുത്ത് ലോൺ പോലെ പൈസ കൊടുത്തിട്ട് ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങാനായിട്ട് സഹായിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ അതേ രീതിയിലാണ് അമേരിക്കയിൽ നിന്ന് 5ാം തലമുറ വിമാനങ്ങളും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് പദ്ധതിയിടുന്നത്. അമേരിക്ക അങ്ങോട്ട് കാശ് കൊടുക്കുന്നു, എന്നിട്ട് ആ കാശ് തന്നെ തിരിച്ച് മേടിച്ച് പകരം ആയുധങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു ലോൺ എടുക്കുന്നത് പോലെ പിന്നെ കുറേശ്ശെ അടച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും. ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കളി. ഇനി ഈ അമേരിക്ക വേറെ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനോടും നാറ്റോ സഖ്യ രാജ്യങ്ങളോടും ഈ ഉക്രൈന് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് $10 ബില്യൺ സമാഹരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൂട്ടത്തിലുള്ള ഒരാളെ സഹായിക്കാനായിട്ട് ഈ ഷെയർ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അമേരിക്ക അതിനൊരു നിർദ്ദേശം വെച്ചു, ഒരു രാജ്യം $500 മില്യൺ വീതം സംഭാവന ചെയ്യുക. അങ്ങനെ അത്തരത്തിൽ ഇതുവരെ $2 ബില്യൺ അമേരിക്ക അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മയിലൂടെ സഹകരിച്ചിട്ടുണ്ട്. ആ പൈസയൊക്കെ ഇപ്പോൾ ഉക്രൈന് കൊടുത്തിട്ട് ഉക്രൈനെ കൊണ്ട് ആയുധങ്ങൾ വാങ്ങിപ്പിക്കുകയാണ്. ആരുടെ ആയുധങ്ങളെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു കഥ കൂടെ പറയാം. 2025 അമേരിക്ക ഒരു നിർദ്ദേശം വെച്ചു, നാറ്റോ സഖ്യ രാജ്യങ്ങളോട് അവരുടെ GDPയുടെ 5% ആയുധങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനായിട്ട് ചെലവഴിക്കണം എന്ന് നിർദ്ദേശം വെച്ചു. ഇത് കുറച്ച് നാൾ മുമ്പ് ഇത് വെറും 2% മാത്രമായിരുന്നു. അതാണ് ഇപ്പോൾ ഏതാണ്ട് 150% വർദ്ധിപ്പിച്ച് അവരുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 5% എടുത്ത് പ്രതിരോധ സാമഗ്രികൾ വാങ്ങണമെന്നുള്ള നിബന്ധന വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വഴിയും ആയുധ കച്ചവടം നടക്കാൻ സാധ്യത ഏറെ ഉള്ളത് അമേരിക്കയാണ്. കാര്യം അമേരിക്കയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ സഖ്യരാജ്യങ്ങൾക്കൊക്കെ അമേരിക്ക നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കെതിരെയുള്ള കുറ്റം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ യുദ്ധം സ്പോൺസർ ചെയ്യുക വഴി അമേരിക്കയാണ് ഇത്തരത്തിൽ കൊള്ള ലാഭം ഉണ്ടാക്കിയത്. അവർ ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ പുറകുവശം കൂടി ഇത്തരത്തിൽ ഉക്രൈൻ ആയുധങ്ങൾ വിൽപ്പന നടത്തി ശതകോടികളാണ് അമേരിക്ക അവരുടെ പോക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുന്നത്.